ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് നല്ല ഈസിയായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. ഇംഗ്ലീഷ് നല്ല ഈസിയായി സംസാരിക്കാനായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, യൂസ് ചെയ്യുന്ന ഫ്രേസസുകൾ, അതൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും പറയുന്നത് അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസിൽ അപ്പോഴേക്കും എന്ന് പറയുന്നത് ആ ഒരു വാക്കിന് എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ അപ്പോഴേക്കും എന്ന് പറയുമ്പോൾ ബൈ ദി ടൈം എന്ന ഫ്രേസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ സെൻറ്റൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസസ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസസൊക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് നല്ല ഈസി ആയിട്ട് ഒട്ടും ഭയമില്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയും. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം. അതെങ്ങനെയായിരിക്കും പറയുക? ഐ വിൽ ഗോ ആൻഡ് കം ബാക്ക് ബൈ ദി ടൈം. അപ്പോൾ നമ്മളിവിടെ എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്? അപ്പോഴേക്കും എന്ന് പറയുവാനായിട്ട് ബൈ ദി ടൈമാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇത് നോക്കേ, എൻ്റെ അഭിപ്രായത്തിൽ. അത് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു യൂസേജാണല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ അതെങ്ങനെയാണ് പറയുക? ഇൻ മൈ ഒപ്പീനിയൻ. അതുപയോഗിച്ച് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ടൗണിൽ ഏറ്റവും നല്ല ഫുഡ് ലഭിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ്. അതെങ്ങനെയാണ് പറയുക? ഇൻ മൈ ഒപ്പീനിയൻ ദിസ് റെസ്റ്റോറൻറ്റ് സെർവ്സ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ ടൗൺ. എൻ്റെ അഭിപ്രായത്തിൽ ടൗണിൽ ഏറ്റവും നല്ല ഫുഡ് ലഭിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ്. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് റെസ്റ്റോറൻറ്റ് സെർവ്സ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ ടൗൺ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ. നെക്സ്റ്റ്, ഒരാളുടെ സുവർണ്ണ കാലം എന്നുവെച്ചാൽ നല്ല കാലം എന്നൊക്കെ പറയില്ലേ, നമ്മൾ നല്ല യങ്ങായിട്ട് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു കാലം. ആ ഒരു യൂസേജ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സലാഡ് ഡേയ്സ് എന്ന്. ഒരു എക്സാമ്പിൾ നോക്കാം. അവളുടെ ചെറുപ്പകാലത്ത് അവൾ ഊർജ്ജസ്വലയും ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവളും ആയിരുന്നു. അതെങ്ങനെയാണ് പറയും? ഇൻ ഹെർ സലാഡ് ഡേയ്സ് ഷീ വാസ് ഫുൾ ഓഫ് എനർജി ആൻഡ് ഡ്രീംസ് എബൌട്ട് ദ ഫ്യൂച്ചർ. ഇതാണ് അവളുടെ ചെറുപ്പകാലത്ത് അവൾ ഊർജ്ജസ്വലയും ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവളും ആയിരുന്നു. ഇൻ ഹെർ സലാഡ് ഡേയ്സ് ഷീ വാസ് ഫുൾ ഓഫ് എനർജി ആൻഡ് ഡ്രീംസ് എബൌട്ട് ദി ഫ്യൂച്ചർ. ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? സുവർണ്ണകാലം അല്ലെങ്കിൽ അവളുടെ ചെറുപ്പകാലം എന്നുള്ളതിന് യൂസ് ചെയ്തത് സലാഡ് ഡേയ്സ്. ഇനി അടുത്ത് എന്താണ് നോക്കാം. ഏത് രീതിയിലും. അത് നമ്മളെപ്പോഴും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ് അല്ലേ. ഏത് രീതിയിലും. ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. എന്താണ് ഏത് രീതിയിലും എന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഏത് രീതിയിലും അവൻ പരീക്ഷ ജയിക്കും. ഹി വിൽ പാസ് ദി എക്സാമിനേഷൻ ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. എന്താണ്? ഏത് രീതിയിലും അവൻ പരീക്ഷ ജയിക്കും. ഹി വിൽ പാസ് ദി എക്സാമിനേഷൻ ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. അതുപോലെ ഇത് നോക്കേ, കൈയും കെട്ടി നോക്കി നിൽക്കുക. അതെങ്ങനെ പറയും? സിറ്റ് ഐഡ്ലി ബൈ. എന്താണ്? കൈയും കെട്ടി നോക്കി നിൽക്കുക. സിറ്റ് ഐഡ്ലി ബൈ. ഒരു എക്സാമ്പിൾ നോക്കാം. അവർ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ പോകുന്നില്ല. അതെങ്ങനെ പറയും? ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഐഡ്ലി ബൈ വൈൽ ദേ മേക്ക് അൺഫെയർ ഡിസിഷൻസ്. എന്താണ്? അവർ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുവാൻ പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഐഡ്ലി ബൈ വൈൽ ദേ മേക്ക് അൺഫെയർ ഡിസിഷൻസ്. നെക്സ്റ്റ്, മൊത്തത്തിൽ. അങ്ങനെ ഒരു യൂസേജ് വരുമ്പോൾ എന്താണ് ഉപയോഗിക്കുക? ഓൾ ഇൻ ആൾ. എന്താണ്? മൊത്തത്തിൽ, ഓൾ ഇൻ ആൾ. ഒരു എക്സാമ്പിൾ നോക്കേ. മൊത്തത്തിൽ ഇവൻ്റ് ഒരു വൻ വിജയമായിരുന്നു. ഓൾ ഇൻ ആൾ ദ ഇവൻറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. എന്താണ്? മൊത്തത്തിൽ ഇവൻ്റ് ഒരു വൻ വിജയമായിരുന്നു. ഓൾ ഇൻ ആൾ ദ ഇവൻറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. അപ്പോൾ ഇവിടെ വന്ന യൂസേജ് ഏതാണ്? മൊത്തത്തിൽ, ഓൾ ഇൻ ആൾ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കേ. മറ്റാരും പങ്കെടുക്കാത്ത ഒരു പാർട്ടിയിൽ പോയിട്ട് എന്ത് കാര്യം? ഇതെങ്ങനെയാണ് പറയുക? വാട്ട് ഈസ് ദ പോയിൻ്റ് ഓഫ് ഗോയിങ് ടു ദ പാർട്ടി ഇഫ് നോ വൺ എൽസ് ഈസ് അറ്റൻഡിങ്? ഇവിടെ നോക്കേ, മറ്റാരും പങ്കെടുക്കാത്ത ഒരു പാർട്ടിയിൽ പോയിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ യൂസേജ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് എന്ത് കാര്യം എന്നുള്ളതാണ്. എന്താ കാര്യം എന്നുള്ളതല്ല. ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എന്താ കാര്യം, അതല്ല. എന്ത് കാര്യം എന്നുള്ളത് പോയിട്ട് കാര്യമില്ല. അതൊരു നെഗറ്റീവ് മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളിവിടെ യൂസ് ചെയ്ത് എന്താണ്? വാട്ട് ഈസ് ദ പോയിൻറ്റ്? എന്ത് കാര്യം? പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു മീനിങ്ങിൽ എന്ത് കാര്യം എന്നങ്ങനെ ചോദിക്കും. വാട്ട് ഈസ് ദ പോയിൻറ്റ്? ഒന്നുകൂടി നോക്കാം. മറ്റാരും പങ്കെടുക്കാത്ത ഒരു പാർട്ടിയിൽ പോയിട്ട് എന്ത് കാര്യം? വാട്ട് ഈസ് ദ പോയിൻറ്റ് ഓഫ് ഗോയിങ് ടു ദ പാർട്ടി ഇഫ് നോ വൺ എൽസ് ഈസ് അറ്റൻഡിങ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? എന്ത് കാര്യം എന്നുള്ളതിന് വാട്ട് ഈസ് ദ പോയിൻറ്റ്?
അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളും കൂടെ നോക്കേ. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ തർക്കിച്ചിട്ട് എന്ത് കാര്യം? അവിടെയും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് ആർഗ്യൂയിങ് ഇഫ് നോ വൺസ് ലിസണിങ്? എന്താണ്? ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ തർക്കിച്ചിട്ട് എന്ത് കാര്യം? വാട്ട് ഈസ് ദി പോയിന്റ് ഓഫ് ആർഗ്യൂയിങ് ഇഫ് നോ വൺസ് ലിസണിങ്? അതുപോലെ ഇതൊന്നും നോക്കേ. കാര്യസാധ്യത്തിനായിട്ട് ചിലർ അമിതമായിട്ട് പുകഴ്ത്തും. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ ചിലർ അവരെ ഒന്ന് പുകഴ്ത്തും അല്ലേ? അതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ബട്ടർ അപ്പ് എന്ന ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? കാര്യസാധ്യത്തിനായിട്ട് അമിതമായി പുകഴ്ത്തുക എന്ന് പറയുന്നത് ബട്ടർ അപ്പ്. എക്സാമ്പിൾ നോക്കാം. ദയവായി എന്നെ അമിതമായി പുകഴ്ത്തുന്നത് നിർത്ത്. പ്ലീസ് സ്റ്റോപ്പ് ബട്ടറിങ് മീ അപ്പ്. എന്താണ്? ദയവായി എന്നെ അമിതമായി പുകഴ്ത്തുന്നത് നിർത്ത്. പ്ലീസ് സ്റ്റോപ്പ് ബട്ടറിങ് മീ അപ്പ്. അതുപോലെ ഒരു എക്സാമ്പിളോടെ നോക്കേ. ഒരു പുതിയ ഫോൺ കിട്ടാൻ വേണ്ടി ഞാൻ അച്ഛനെ പുകഴ്ത്തി. അതെങ്ങനെയായിരിക്കും പറയുക? ഐ ബട്ടേർഡ് അപ്പ് മൈ ഡാഡ് ഫോർ എ ന്യൂ ഫോൺ. എന്താണ്? ഒരു പുതിയ ഫോൺ കിട്ടാൻ വേണ്ടി ഞാൻ അച്ഛനെ പുകഴ്ത്തി. ഐ ബട്ടേർഡ് അപ്പ് മൈ ഡാഡ് ഫോർ എ ന്യൂ ഫോൺ. അപ്പോൾ നോക്കേ, ഇവിടെ നമ്മൾ എന്താണ് പുതുതായിട്ട് പഠിച്ചത്? കാര്യസാധ്യത്തിനായി അമിതമായി പുകഴ്ത്തുക എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ഫ്രേസാണ് ഉപയോഗിക്കുന്നത്? ബട്ടർ അപ്പ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ.